ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഞാൻ സിനിമയ്ക്ക് പോവാണ്. അതായത് ആടുജീവിതം സിനിമയില്ലേ, അത് കാണാൻ പോവാട്ടോ. ഒറ്റപ്പാലത്തേക്കാണ് പോണത്, ലക്ഷ്മിയിലേക്കാണ് പോണത് കേട്ടോ. അപ്പോൾ ആ സിനിമയിലില്ലേ, ഭക്ഷണം കിട്ടാതെ എന്ത് കിട്ടിയാലും തിന്നുന്നുള്ളൊരവസ്ഥയിലാണ് കേട്ടോ. അത് എന്തായാലും എനിക്ക് എന്തായാലും ഇഷ്ടമായി. ഒരുപാട് കറിയൊന്നുമില്ല, പക്ഷെ ഒരു സങ്കടം നീങ്ങി നിൽക്കും. അതെന്തായാലും കണ്ടവർക്ക് അതറിയാം കേട്ടോ. പിന്നെ അനുഭവിച്ചവർക്കും അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഇഡ്ഡലി കഴിക്കുകയാണ്. ചായ ഇഡ്ഡലിയാണ് കഴിച്ചത്. ചട്നിയും വേണ്ട, സാമ്പാറും വേണ്ട, പഞ്ചസാരയും വേണ്ട, ഒന്നും വേണ്ട. കാരണം ആ സിനിമ കണ്ടാൽ പിന്നെ നമുക്ക് എന്ത് കിട്ടിയാലും കളയാനും തോന്നില്ല, അങ്ങനെയാണ്. അപ്പോൾ എന്തായിരിക്കും ആ സിനിമ ഇഷ്ടമായി. ഇപ്പോൾ ഞാൻ കഴിക്കണം. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ. ഈ ഷോർട്സിൽ കുറേ പേര് ചോദിച്ചിരുന്നത് എന്താണ് ഇത്. എൻ്റെ ഒരു കൂട്ടുകാരി പായസം തന്നിട്ടുണ്ടായിരുന്നു. അത് പരിപ്പ് പായസമാണ് കേട്ടോ. അത് വറ്റിച്ചെടുത്ത് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അലുവൊക്കെ കഴിക്കില്ല അതേപോലെ. അപ്പോൾ ചില ആൾക്കാർ ചോദിച്ചത് എന്താ ചോദിച്ചത്. ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു പരിപ്പ് പായസമാണെന്ന്. ചിലവർക്ക് അത് കളിയാക്കലാണോ എന്ന് വിചാരിച്ചത് എനിക്കറിയില്ല. സത്യം പറയാച്ചത് പരിപ്പ് പായസം തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടി എന്തായാലും നമ്മൾ കഴിക്കും. ഞങ്ങൾ സിനിമ കാണാൻ പോയപ്പോൾ പൃഥ്വിരാജിൻ്റെ സിനിമ ആടുജീവിതം കാണാൻ പോയിട്ടുണ്ടല്ലോ, അതിൽ കാണിക്കുന്നത് നമുക്ക് തന്നെ സങ്കടം തോന്നും. ഒരു തുള്ളി വെള്ളം കിട്ടാഞ്ഞിട്ട് എന്തിനാ ആടിൻ്റെ വെള്ളം, ആടിന് കൊടുക്കണ വെള്ളം കുടിക്കുക. ചോളത്തോട് എന്തായാലും കഴിക്കുന്നു അറിയില്ല, ചോളത്തോട് കഴിക്കുക. ഉണങ്ങിയ ചപ്പാത്തി പോലെ സാധനമൊക്കെ ഇല്ലേ, അത് ഒരു കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഭയങ്കര ഒരു വിഷമമായിരുന്നു അത് കാണുമ്പോൾ. കരച്ചിൽ പറഞ്ഞ ചിലർ പറയുന്ന അത് കണ്ട കരയുന്നു. കരയല്ല, നമുക്കൊരു ഭയങ്കര നെഞ്ചിലൊരു ഭാരം ഏറ്റിയ പോലെ ഇരുന്നിട്ട്. എന്തായാലും ആ സിനിമയ്ക്ക് ഞങ്ങൾ വൈകുന്നേരം 6 മണിയുടെ പടത്തിനാണ് പോയത്. പിന്നെ അവിടെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് വന്നത്. അപ്പോൾ വിജയേട്ടനൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ വീട്ടുകാരുടെ കൂടെയാണ് ഞാൻ പോയത്. ചേച്ചിയുടെ മകൻ ഗൾഫിലൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ തിരിച്ചു പോവുക. അപ്പോൾ അവൻ എല്ലാവരും കൂടി നമുക്ക് സിനിമയ്ക്ക് പോവുക പറഞ്ഞിട്ട് എന്നെയും കൂട്ടിയിട്ട് പോയതാണ്. അപ്പോൾ വിജയേട്ടൻ എന്തായാലും വരുന്നില്ല പറഞ്ഞ് മോന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോയത് കേട്ടോ സിനിമയ്ക്ക്. ചേച്ചിയും ഫാമിലി, ഞാനും മോനും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ ഇത് ടേസ്റ്റ് ഇത് നോക്കാൻ തരാൻ പറ്റില്ല, അത്രയും ടേസ്റ്റിനെ വെറുതെ പറയില്ല കേട്ടോ. അപ്പോൾ ഇതിന് ഷോർട്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവൂലേ. അപ്പോൾ ഞാൻ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യാണ്. ഞാൻ ഷോപ്പിൽ നിന്നാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. 5:45 6 മണിക്കാണ് പടം തുടങ്ങുക. 6:15 ആവും. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചിയും ഭർത്താവാണ്. ചേച്ചിയുടെ പേര് ശ്യാമള രമേശ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫാമിലി മാത്രമല്ല തോന്നുന്നുണ്ട് കേട്ടോ അതിനുള്ളിൽ. ഒരൊറ്റ ആളെ കാണാനില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരൊക്കെ വന്നു. ഞങ്ങളപ്പോഴും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ഇതാണ് പ്രത്യുഷ്, ഭാര്യ അനു. പിന്നെ ഇതാ ഫുള്ള് ഫാമിലി അറ്റം വരെ ഇരിക്കുന്നുണ്ട്. ഞാൻ കുറേ കാലമായിട്ട് ഞാനൊക്കെ സിനിമ കാണാൻ പോയിട്ട് ഒരു വട്ടം ഏതാ സിനിമയുടെ പേരൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഇവരോടെ വിളിച്ചപ്പോൾ എന്തായാലും പോയി. അങ്ങനെ നമ്മുടെ ആടുജീവിതം സിനിമയുടെ അത് ഷൂട്ട് ചെയ്യാനൊന്നും പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ പേര് മാത്രം ഒന്ന് ഷൂട്ട് ചെയ്തെടുത്തുള്ളൂ കേട്ടോ. അത് പിന്നെ വേറൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ കുറച്ച് തിരക്കൊക്കെ വന്നു തുടങ്ങി കേട്ടോ. നമ്മുടെ ആടുജീവിതം കാണിച്ചു. ഇത് മോനാണ്, മോനൊക്കെ ഉണ്ട്.
ചിലർ പറഞ്ഞു മോനെ കാണിക്കുമോ എന്ന് ചോദിച്ചില്ല. ഇപ്പം മോനെ കിടക്കി കാണിക്കുന്നു കേട്ടോ ഞാൻ. അങ്ങനെ ഞങ്ങൾ ഓരോ സ്നാക്സൊക്കെ കഴിച്ചു. സിനിമയൊക്കെ കഴിയാറായി. എന്തായാലും എല്ലാവരും ആടുജീവൻ സിനിമ കാണാൻ പോകണം കേട്ടോ. നമ്മൾ എന്ത് വെച്ചാലും ഭക്ഷണം കളയില്ല. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട് നമുക്ക് എൻ്റെ അമ്മ ആ സിനിമ ഒന്ന് കണ്ടു നോക്കണം. നിങ്ങൾ ചോറെങ്കിലും നമ്മൾ വെറുതെ തിന്നും. ഈ ചോളത്തോടും പിന്നെ ആടിൻ്റെ വെള്ളം കണ്ടാൽ നമുക്ക് ഛർദ്ദിക്കാൻ വലിയ എന്താ പറയുക, ആടിൻ്റെ വെള്ളമല്ലേ, ആട് കുടിച്ചതല്ലേ ചേർത്തോളും. പക്ഷെ അവിടെ അതൊന്നുമില്ല. ഞാനിവിടെ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു. സമയം 10:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരം വൈകി, ഭക്ഷണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നേരം വൈകി. അങ്ങനെ ചേച്ചിയുടെ വീട്ടിൻ്റെ കൂടെ ഞാൻ അടിച്ചു പൊളിച്ചു. ഞായറാഴ്ച കൊണ്ടാണ് കേട്ടോ, ഞായറാഴ്ച ആയിരുന്നു. അപ്പം എൻ്റെ വീഡിയോ കാണാത്തവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. യൂട്യൂബ് ഫുള്ളായിട്ടുള്ള എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസിലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോവുകയാണേ.